ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് തമിഴ്നാട്ടിൽ പോയിട്ടുള്ള വീഡിയോ തന്നെയാണ്. ഇപ്പോൾ കാണിക്കുന്നത് മൂത്ത ചേച്ചി, രണ്ടാമത്തെ ചേച്ചി, മൂന്നാമത്തെ ചേച്ചി, പിന്നെ ഞാനും. നാല് പെൺകുട്ടികളെ പറഞ്ഞില്ല, അപ്പോൾ 4 പേരാട്ടോ. അപ്പോൾ തമിഴ്നാട്ടിൽ വന്ന ചേച്ചിയുടെ ഫോട്ടോ ആണ് ഈ ചുരിദാറിട്ട ഫോട്ടോ. ഒരു 10-22 വയസ്സിലത്തെ ഒരു ഫോട്ടോ ആണ് കേട്ടോ. ചേച്ചിയുടെ ഭർത്താവാണിത്, രാമേട്ടെന്ന് വിളിക്കും. അതേപോലെ മോളുടെ കല്യാണം കഴിഞ്ഞു, മോളും ഭർത്താവും കുട്ടി. ഇത് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ വഴിയുള്ള കുട്ടിയൊക്കെ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് കേട്ടോ, പണ്ടത്തെ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ തമിഴ്നാട്ടിൽ പോയതിൻ്റെ ചെറിയ വിശേഷങ്ങൾ. ഇത് ഫാമിലി ഫോട്ടോ ആണ്, മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ. അപ്പോൾ ചേച്ചിയുടെ 10-22 വയസ്സിൽ കല്യാണം കഴിഞ്ഞിപ്പോൾ ഫാമിലി ആയിട്ടിപ്പോൾ തമിഴ്നാട്ടിലാണ്. അപ്പോൾ അവിടെ സെറ്റിലായി. അപ്പോൾ എപ്പോഴൊന്നും വരാൻ പറ്റില്ല, എപ്പോഴേലൊക്കെ തന്നെ വരുള്ളൂ. മോളുടെ കല്യാണം കഴിഞ്ഞ് മോളും ഭർത്താവാണ് കേട്ടോ അത്. ഇതൊക്കെയാണ് ചെറിയ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ. രാവിലെ ചേച്ചി എണീച്ചിട്ട് അമ്പലത്തേക്ക് പോയിട്ടോ, പഴനിക്ക് നമ്മൾ മല കയറുന്നുണ്ട്. അതിൻ്റെ 4 പുറം അങ്ങനെ എന്തോ ചുറ്റാനോ എന്താ മല, എനിക്ക് പറയാനൊന്നും പറ്റില്ല അത്. അങ്ങനെ അമ്പലത്തേക്ക് പോയിട്ട് വന്നു കേട്ടോ. രാവിലെ നേരത്തെ ഒരു 6 മണിക്ക് പോയിട്ട് സമയം 8:30 ആകുമ്പോഴേക്കും എത്തി. കുറച്ച് ദൂരം തന്നെ ഉള്ളൂ, അത് തൊട്ടടുത്തല്ല, എന്നാൽ കുറച്ച് ദൂരം പോകണേ ഇനി. അങ്ങനെയാണ്. അങ്ങനെ ചേച്ചിയൊക്കെ പോയിട്ട് വന്നു. ഞങ്ങൾ വീട്ടിൽ ഇരുന്നു, ഞാനൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ ഇനി വരുമ്പോൾ ഒരു ദിവസം പോകാൻ വിചാരിച്ചു. കാരണം പഴനി പോകുമ്പോൾ മുകളിലൊക്കെ കയറി അങ്ങനെ കുറച്ച് നേരം പിടിക്കും. അപ്പോൾ രണ്ടാളിനും പോകുമ്പോൾ ഒരു സുഖമില്ല. ചേച്ചി പിന്നെ വേഗം പോയിട്ട് വരാൻ വിചാരിച്ചിട്ടാണ് പോയി വന്നത്. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടോ. അപ്പോൾ ചേച്ചിയുടെ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യമൊന്നും കാണിച്ചില്ല അധികം, ഇപ്രാവശ്യം ചേച്ചീനൊന്നും കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ചേച്ചി തമിഴ്നാട് സെറ്റപ്പിൽ തന്നെയാണ് വന്നത് ഇപ്പോൾ ആയത്. അവിടുത്തെ വീട്ടിലത്തെ പോലെ ഒന്നല്ല. ഇവിടെ കല്യാണം കഴിച്ചു കൊടുത്തപ്പോൾ ഇവിടുത്തെ മുല്ലപ്പൂവൊക്കെ വെച്ച് നമ്മുടെ നല്ലൊരു ചായ ആയിട്ടുണ്ട് എന്തായാലും. പിന്നെ ഞങ്ങൾ വന്നിട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി. ചേച്ചിയുടെ മോളൊക്കെ ചപ്പാത്തിയൊക്കെ പരത്തി തന്നു, ഒരാളുണ്ടാക്കി. അങ്ങനെ കറിയൊക്കെ ഇന്നലത്തെ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മുടെ പൂരിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി കഴിക്കട്ടെ. എപ്പോഴും കഴിക്കുന്ന വീഡിയോ ആണെന്ന് വിചാരിക്കരുത് കേട്ടോ. കാരണം ഒരുപാട് ഭാഗം പണികളൊക്കെ എടുത്തിട്ട് നമ്മൾ ആ ഭാഗമൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അത് ഫോണിൽ പിടിച്ചിട്ട് ഇപ്പോൾ പണികളൊക്കെ എടുക്കണത് കാണിക്കുന്നില്ല. അപ്പോൾ എല്ലാം സെറ്റായിട്ട് നമ്മൾ കഴിക്കുമ്പോഴാണ് ഒരു വിശ്രമം. അപ്പോൾ അപ്പോഴാണ് നമ്മൾ കാണിക്കുന്നത്. അതേപോലെ ഇവിടെ വന്നപ്പോൾ അധികം പണികളൊന്നും ഇല്ല, സുഖമായിട്ട് പണിയില്ല, ഒന്നുമില്ല. അപ്പോൾ വീട്ടിൽ പോയാൽ പിന്നെ ഒരുപാട് പണികൾ, സമയം ഉണ്ടാവില്ല, തിരക്ക് തയ്ക്കൽ അങ്ങനെയൊക്കെ. ഇവിടെ വന്നപ്പോഴാണ് പക്ഷെ വെറുതെ ഇരിക്കാൻ തോന്നണില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ സമയം പോകാത്ത പോലെ തോന്നി പെട്ടെന്ന്. പിന്നൊക്കെ ശരിയായി. കുട്ടിയുണ്ട് അവിടെ, കുട്ടീനെ കളിപ്പിച്ച്. പിന്നെ പണികൾ എടുക്കാത്തതിൻ്റെ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വീടിൻ്റെ 4 പുറമൊക്കെ അതിനൊക്കെ നടന്നു, ചുറ്റിയടിച്ചു, അങ്ങനെയൊക്കെയാണ്. പിന്നത്തെ വിശേഷം ഇപ്പം എന്താ, ചേച്ചിയുടെ തലയിൽ വെക്കണത് കാണിച്ചെന്താണ്, അത് വെക്കണം, അതൊന്നും കളിയാക്കാൻ പാടില്ല എന്നൊക്കെയാണ് ആൾ പറയണത്. എന്തായാലും അങ്ങനെ ആവട്ടെ. പിന്നെ ഒരു ചേച്ചീനെ കല്യാണം കഴിച്ചു കൊടുത്തത് തൃശ്ശൂരാണ് കേട്ടോ. ഒരാൾ തമിഴ്നാടും, ഒരാൾ പിന്നെ വീടിൻ്റെ തൊട്ട് കുറച്ചടുത്താണ്, പിന്നെ ഞാനും. പിന്നെ ഇപ്പോൾ വീട്ടിൽ പോയപ്പോൾ അമ്മ വന്നിട്ടുണ്ട് പറഞ്ഞില്ലേ. പിന്നെ മോളുണ്ട് വീട്ടിൽ, മോളുടെ ഹസ്ബൻഡും ഉണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ അവരൊക്കെ അവിടെ ഉണ്ട്. പിന്നെ അച്ഛൻ വിളിച്ചിരുന്നു. അച്ഛന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ തമിഴ്നാടുള്ള വീഡിയോകളൊക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും കാണണം വീഡിയോ. കാരണം ഇപ്പോഴും നമ്മൾ വീടിൻ്റെ അവിടുത്തെ വെക്കണതും അല്ലെങ്കിൽ കളയ്ക്കണതും അങ്ങനെയൊക്കെയല്ലേ കാണിക്കാറ്. ഇപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടുത്തെ കുഞ്ഞു ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാമല്ലോ. അപ്പോൾ ചേച്ചിയുടെ മോള് നമ്മൾ യൂട്യൂബിൽ നോക്കി പഠിച്ചത് തന്നെയാണ്. സാരി കൊണ്ട് നമ്മൾ ചവിട്ടിയൊക്കെ ഉണ്ടാക്കില്ലേ, അങ്ങനെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാനിടാം. അപ്പോൾ ഇതൊക്കെ അവൾ ഉണ്ടാക്കിയതാണ്, സാരി കൊണ്ട്, പഴയ സാരിയൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കിയതാണ്. ഒരു 5-8 അവൾ വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു.
അപ്പോൾ ആ ചെറിയ കുട്ടീനെ വെച്ചിട്ടാണ് അവളിതൊക്കെ ചെയ്തത്. എന്തായാലും നന്നായിട്ടുണ്ട്, എനിക്കിഷ്ടമായി കേട്ടോ. ചവിട്ടി ഉണ്ടാക്കാൻ പഠിച്ച സുഖമാണ്. എനിക്കെന്തായാലും എനിക്കും പഠിക്കണം. എനിക്കിങ്ങനെ കാണിച്ചു തന്നു, എനിക്ക് പെട്ടെന്ന് അങ്ങനെ പഠിഞ്ഞിട്ടില്ല. അത് കുറച്ച് ക്ഷമയോട് കൂടെ ഇരുന്നിട്ട് ആദ്യം ഒന്ന് പഠിക്കണം. അപ്പോൾ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല.